ഗുഡ് മോർണിംഗ്. ഇന്ന് ചെറിയൊരു ഡീക്ലറ്റർ സെഷനാണ്. വീട്ടിൽ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പിന്നെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ ആണെങ്കിൽ ഒന്നും കളയാത്ത ഒരാളാണ്. എന്തും ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറാണെങ്കിൽ പോലും അതിങ്ങനെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് വെക്കും സൂക്ഷിച്ചിട്ട്. പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും ആ ശീലം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണ്. ഇത് ഞാൻ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിന് 10 ദിർഹമേ ഉള്ളൂ. ആ 10 ദിർഹത്തിന് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്കാണെങ്കിൽ കുറച്ച് പ്ലേറ്റുകളെ ഇങ്ങനെ വെക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നല്ല ഉപകാരമുള്ളതായിട്ട് തോന്നി. ഈ ഒരു സ്പേസിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഞാനിപ്പോൾ കളയാൻ പോകുന്നത്. പിന്നെ ഇവിടെയുള്ള ഈ അക്വേറിയത്തിൻ്റെ പൊസിഷൻ അതും കൂടെ ഒന്ന് മാറ്റണം. അങ്ങനെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഡീക്ലറ്ററിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. ഓരോ ദിവസം ഓരോ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയുക. ഇനി അതിപ്പം വേറെ ആൾക്ക് ഉപകാരപ്രദമാകുന്ന സാധനമാണെങ്കിൽ അത് അയാൾക്ക് കൊടുക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ ചിലപ്പോൾ 2025 കലണ്ടറിൻ്റെ മുകളിലായിരിക്കും 2026 കലണ്ടർ വെച്ചിരിക്കുന്നത്. ആ കലണ്ടറും നമ്മളിവിടെ സൂക്ഷിച്ച് വെക്കും അല്ലേ. അപ്പോൾ ഇതാ എൻ്റെ ഈ ഒരു ഏരിയ ആണ്. ഇവിടുന്ന് കുറേ സാധനങ്ങൾ എനിക്ക് ഒഴിവാക്കാനുണ്ട്. ഈ ഡീക്ലറ്ററിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിൽ ഫോണിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ഇമെയിൽസ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ അത് ഡിജിറ്റൽ ഡീക്ലറ്ററിംഗ് ആണ്. ഇവിടെ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ മോൾക്ക് അവളുടെ ടോയ്സും അവൾക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അക്വേറിയം ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അക്വേറിയത്തിലെ മീനുകളെ. ഇതിൽ മെയിനായിട്ടുള്ളത് കുറേ ഗപ്പികളാണ്. പിന്നെ ഈ പെറ്റയുടെ മെയിലും പിന്നെ ഉള്ളത് പെറ്റയുടെ ഫീമെയിലുമാണ്. ഇതിനെ രണ്ടിനെയും 2 ബോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നല്ല രസയിലേ കാണാൻ. മുന്നേ ഞങ്ങളുടെ അടുത്തൊരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു റെഡ് കളർ വേറെ ഉണ്ടായിരുന്നു. ഒന്നിവിടെ ഒരു 1.5 വർഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഗപ്പികൾ. അതിപ്പോൾ ഒരുപാട് കുട്ടികളെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്നതെല്ലാം ഗപ്പികൾ പ്രസവിച്ചതാണ്. അപ്പോൾ എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് മനസ്സിനൊക്കെ. ഇതിന് പിന്നെ സുഖമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഞാനിന്ന് ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്നൊക്കെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നമ്മുടെ കുരുമുളക് ചതച്ചതും കായപ്പൊടിയും ഇത്രയൊക്കെയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഉപ്പും പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പത്തൽ പൊടിയില്ലേ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദോശമാവ് 1 ടേബിൾ സ്പൂൺ അതും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ചുട്ടെടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് ഉഴുന്നുവട വന്നിട്ടുണ്ട്. എന്ത് സോഫ്റ്റായിരുന്നെന്നാ ശരിക്കും പറയുകയാണെ, വെറുതെ പറഞ്ഞതല്ല, നല്ല സൂപ്പറായിരുന്നു. കഴിഞ്ഞ തവണ ഞാനൊരു ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഹാർഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നല്ല ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നല്ല സാമ്പാറായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഒത്തു വന്നിട്ടുണ്ട്. സാമ്പാറും ചട്നിയും ഉഴുന്നുവടയും. അതാണ് ഇന്നത്തെ എൻ്റെ ഈവനിങ്ങിലെ ചായ എന്ന് പറയുന്നത്. കയ്യിൽ വെച്ചിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഓരോ സമയം ചെയ്യുമ്പോഴും നമ്മൾ കയ്യിൽ വെള്ളമാക്കണേ. ആ സമയത്ത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വിട്ടു വന്നോളും. അപ്പോൾ ചായക്ക് റെഡിയായി. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എനിക്കിനി കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് കളയാനുണ്ട്. അപ്പോൾ ഞാനതിന് വേണ്ടി പോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. അപ്പോൾ ബൈ.